നമസ്കാരം. ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ ബിൽ എന്നിവ 1860 ഇന്ത്യൻ ശിക്ഷാ നിയമം, 1973 ക്രിമിനൽ നടപടിച്ചട്ടം, 1872 ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്നിവയ്ക്ക് പകരമാവുകയാണ്. ലൈംഗിക കുറ്റകൃത്യങ്ങളിലെ ലിംഗവ്യത്യാസം ഒഴിവാക്കി പുതിയതായി പ്രാബല്യത്തിൽ വന്ന ഭാരതീയ ന്യായ സംഹിത ഒരുപാട് കാര്യങ്ങൾ പുതിയതായി ചെയ്തിട്ടുണ്ട്. ഇത് പ്രകാരം IPC സെക്ഷൻ 366A പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി എന്ന വാക്കിന് ബദലായി ഭാരതീയ ന്യായ സംഹിതയുടെ 96 വകുപ്പിൽ കുട്ടി എന്ന പദം കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. IPC സെക്ഷനിലെ 366B ലിംഗവ്യത്യാസം ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. വിദേശ രാജ്യത്ത് നിന്ന് പെൺകുട്ടിയെ എത്തിക്കുന്നു എന്നതിന് പകരം വിദേശ രാജ്യത്ത് നിന്ന് പെൺകുട്ടിയെയോ ആൺകുട്ടിയെയോ എത്തിക്കുന്നു എന്നാക്കി മാറ്റിയിട്ടുണ്ട്. ലൈംഗിക കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഭാരതീയ ന്യായ സംഹിതയിൽ ഒരു പ്രത്യേക അധ്യായവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങൾ എന്ന പേരിലുള്ള അധ്യായമാണ് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുന്ന കേസുകളിലെ ശിക്ഷാ നടപടിയിലും ഭാരതീയ ന്യായ സംഹിത ചില മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. 18, 16, 12 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ബലാത്സംഗം ചെയ്യുന്നവർക്കുള്ള ശിക്ഷാരീതിയിലും ഭാരതീയ ന്യായ സംഹിത ഒട്ടേറെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. നിലവിലുള്ള ബലാത്സംഗ വ്യവസ്ഥകളും പോക്സോ, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ടും പുതിയ സംയോജിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നിയമവ്യവസ്ഥയിലെ സെക്ഷൻ 64(1) ബലാത്സംഗ കേസിലെ പ്രതിക്ക് 10 വർഷം മുതൽ ജീവപര്യന്ത തടവ് വരെ വിധിക്കുന്നു. എന്നാൽ സെക്ഷൻ 64(2) പ്രകാരം ക്രൂരമായ ബലാത്സംഗം നടത്തിയ പ്രതികൾക്ക് 10 വർഷം മുതൽ സ്വാഭാവിക ജീവിതാവസാനം വരെ തടവാണ് ശിക്ഷയായി ലഭിക്കുക. കൂടാതെ ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷൻ 70(2) 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുന്നവർക്കുള്ള ശിക്ഷാവിധികളെ പറ്റിയാണ് പറയുന്നത്. പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ ബലാത്സംഗം ചെയ്യുന്നവർക്ക് വധശിക്ഷയോ ജീവപര്യന്തമോ ശിക്ഷയായി ലഭിക്കുമെന്നാണ് ഈ വകുപ്പിൽ വ്യക്തമാക്കുന്നത്. കൂടാതെ ഭാരതീയ ന്യായ സംഹിത പ്രകാരം വിവാഹിതയായ സ്ത്രീകൾക്ക് ലൈംഗിക ബന്ധത്തിന് സമ്മതം നൽകാനുള്ള പ്രായപരിധി 15 നിന്ന് 18 ഉയർത്തിയിട്ടുണ്ട്. കൂടാതെ ഭാരതീയ ന്യായ സംഹിതയിൽ 95 വകുപ്പ് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കുറ്റകൃത്യം ചെയ്യാനായി ഉപയോഗിക്കുന്നവർക്കെതിരെ ശിക്ഷാ നടപടികളെ പറ്റി വ്യക്തമായി പറയുന്നുണ്ട്. ഒപ്പം നിയമത്തിലെ 135 വകുപ്പിൽ 18 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികളെയും തട്ടിക്കൊണ്ടു പോകുന്നവർക്കെതിരെയുള്ള ശിക്ഷാ നടപടിയെ പറ്റിയും എല്ലാം വ്യക്തമാക്കുന്നുണ്ട്. ചുരുക്കത്തിൽ IPC സെക്ഷൻ പോലെയല്ല ഭാരതീയ ന്യായ സംഹിത. ഒട്ടനവധി മാറ്റങ്ങൾ വരുത്തിയാണ് കേന്ദ്ര സർക്കാർ ഇതിനെ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഒരു സ്ത്രീയെ ഉപദ്രവിക്കുകയോ ഒരു സ്ത്രീയുടെ അനുവാദമില്ലാതെ ദേഹത്ത് സ്പർശിക്കുകയോ ചെയ്താൽ പോലും ഇനി ആജീവനാന്തം ജയിൽ അറകൾക്കുള്ളിലാണ് എന്നതാണ് ഈ നിയമം പറയുന്നത്. അതുമാത്രമല്ല, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം ഒരു സ്ത്രീ പീഡിപ്പിച്ചു എന്ന് പറയുന്നതും ഒരു പുരുഷന് നേരെ പീഡനാരോപണം ഉന്നയിക്കുന്നതും ആ സ്ത്രീക്കെതിരെ പണി വരുന്നുണ്ട്. അതുമാത്രമല്ല, കള്ളത്തരത്തിലൂടെ ലൈംഗികാരോപണം, വ്യാജ ലൈംഗികാരോപണം ഉന്നയിച്ചാലും സ്ത്രീക്ക് ശിക്ഷ വരും. അതായത് ആണിനും പെണ്ണിനും ശിക്ഷ തുല്യമാണ്. അതിലൊരു വേർതിരിവും ഈ ഭാരതീയ ന്യായ സംഹിത നിയമത്തിൽ പറയുന്നില്ല എന്നത് വ്യക്തമാണ്. അതുകൊണ്ട് ഇനി ഓരോ ആൾക്കെതിരെയും ആരോപണം ഉന്നയിക്കുമ്പോഴും സൂക്ഷിച്ചു വേണം. ഇല്ലെങ്കിൽ കുറ്റകൃത്യത്തിൽ നിയമം നിഷ്കർഷിക്കുന്ന എല്ലാ നിയമങ്ങളും കൂട്ടിച്ചേർത്ത് ആജീവനാന്തം ജയിൽ അറകൾക്കുള്ളിൽ തന്നെ ജീവിതകാലം മുഴുവനും കഴിയേണ്ടി വരുമെന്നത് ഉറപ്പാണ്.